എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് മാത്സ് പഠിക്കാനായിട്ടുള്ള അടിപൊളി ഒരു പുസ്തകമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് ചാനലുകളിൽ, അതായത് യൂട്യൂബിലായാലും ടെലഗ്രാമിലായാലും മാത്സ് ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ എനിക്കൊരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് കേട്ടോ അത്. മാത്സ് പഠിക്കേണ്ടത് ലാൽ അക്കാദമിയുടെ പുസ്തകമാണിത്. ഇതിൽ കണ്ടോ, ഇൻഡെക്സൊക്കെ എല്ലാ ഭാഗങ്ങളും, നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കാണുന്നേക്കാൾ ഉപരി ഒരു പുസ്തകം എന്നത് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് കേട്ടോ. നമുക്കെപ്പോൾ ഏത് ഭാഗം നമുക്ക് റെഫർ ചെയ്യണമെന്നൊക്കെ എല്ലാതും നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടുന്നത് പോലെയാണ് നമ്മളെ കയ്യിലൊരു പുസ്തകം ഇരിക്കുന്നത്. ഇതിൽ കണ്ടോ, ബോർഡ് മാസൊക്കെ ഇങ്ങനെ എല്ലാതും എങ്ങനെയാണ് അതിൻ്റെ ട്രിക്കുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഇതേപോലെ ബോക്സുകളിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു തുടക്കക്കാരനും മാത്സ് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ ഈ ഒരു ബുക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഇതേപോലെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാത്തതൊക്കെ ഇതേപോലെ ഇത്തിരി ഡാർക്ക് കളറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ PYQ ആണ്. അതായത് ഇതും PYQ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തിരിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. മാത്സിൽ തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും PYQ ആയിട്ടാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അതും ഏത് എക്സാമിന് വന്നതാണ് ഓരോ ക്വസ്റ്റ്യൻ്റെ നേർക്കും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം അവർ മിക്സഡായിട്ട് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ മാത്സിൻ്റെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാത്സൊക്കെ തുടക്കക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി ഒരു പുസ്തകമാണ് കേട്ടത്. ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ മാത്സ് പഠിച്ചെടുത്തത്. മാത്സ് എനിക്ക് കുറച്ച് എളുപ്പമുള്ള വിഷയമായിരുന്നു, പക്ഷേ ഈ പുസ്തകം എന്നെ അതിനേക്കാൾ കൂടുതൽ എളുപ്പമാക്കി തീർത്തു പഠിക്കാൻ.